പക്ഷെ പ്രദീപ്, ഇപ്പോൾ ഇതുവരെയുള്ള റെസ്ക്യൂ, ഇപ്പോൾ 10 ദിവസമായി ഈ സംഭവം റെസ്ക്യൂ തുടങ്ങിയിട്ട് 7 ദിവസമാവുന്നു. ഇതുവരെയുള്ള മൊത്തം രക്ഷാപ്രവർത്തനത്തിൽ 4 ദിവസം കൂടുതലായി കരയിൽ അല്ലെങ്കിൽ റോഡിലെ മണ്ണിലാണോ ഉള്ളത് എന്ന പരിശോധനയ്ക്ക് വേണ്ടി കുറച്ചധികം സമയം കളയേണ്ടി വന്നു. ഞങ്ങൾ ആദ്യമേ നദിയിൽ എന്ന് പറയുന്നുണ്ട് എന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് മേൽനോട്ടം വഹിച്ച MLA തന്നെ പലവട്ടം പറഞ്ഞത് നമ്മൾ ഇന്നും കേട്ടു. കുറച്ച് സമയമെങ്കിലും വേസ്റ്റാക്കി കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും 3 ദിവസം 4 ദിവസം വരെ വേസ്റ്റായി എന്നാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ ഡിഫൻസ് എത്തി ആ കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ഒരു പഠനം നടത്തി, അതിന്റെ മണ്ണിടിച്ചിലിന്റെ ആഘാതത്തെ കുറിച്ച് പഠനം നടത്തി, അതിന്റെ തീവ്രത മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് അത് പുഴയിലേക്കും മറ്റു ഭാഗങ്ങളിലേക്കും തെരച്ചിൽ വ്യാപിപ്പിക്കാൻ കഴിയും. അപ്പോൾ പോലും നമ്മുടെ ബഹുമാനപ്പെട്ട ബ്രിഗേഡിയർ മോഹൻപിള്ള ഇപ്പോൾ പറഞ്ഞ രീതിയിൽ നമ്മുടെ ഒരു പ്രാദേശികമായ ഒരു ഈ അപകടത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ ദുരന്തത്തെ കുറിച്ചുള്ള ഒരു അവലോകനം ഉണ്ടായില്ല എന്നുള്ളത് ഇതിലെ വലിയൊരു വീഴ്ചയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാരണം സാധാരണ ഒരു ട്രക്കിൽ വെറുതെ അടുക്കി കെട്ടിയിരിക്കുന്ന റോപ്പുകൾ കൊണ്ട് ബന്ധിച്ചിരിക്കുന്ന ഒരു തടി, അത് ട്രക്കിന്റെ ഒരു പരിധി വിട്ട ചലനത്തിൽ പോലും വാഹനത്തിൽ നിന്നും പുറത്തു പോകാമെന്നിരിക്കെ ഇത്ര വലിയൊരു ദുരന്തത്തിൽ പുഴയിലേക്ക് എടുത്തെറിയപ്പെട്ട ഒരു ട്രക്കിൽ ആ തടി ഉണ്ടാവുമെന്ന് നമ്മൾ കരുതുന്നത് പോലും മൗഢ്യമാണെന്നാണ് ഞാൻ കരുതുന്നത്. തടി എവിടെ പോയി എന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഇപ്പോൾ 8 കിലോമീറ്റർ താഴെ നിന്ന് ഏതാനും തടികൾ കിട്ടിയെന്നുണ്ടെങ്കിൽ ആ തടി കിടന്ന സ്പോട്ട് ഇപ്പം നമ്മൾ കാണുന്നത് വെച്ച് ഒരാഴ്ചക്ക് മുമ്പ് തന്നെ അവരുടെ കയ്യിൽ എത്തിയെന്ന് നമ്മൾക്ക് ഉറപ്പിക്കാം. കാരണം ആ തടി കിടന്ന സ്ഥലങ്ങള്, അതിന്റെ പാടുകള് അല്ലെങ്കിൽ അവിടുത്തെ സസ്യങ്ങള് വാടിയിരിക്കുന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ദുരന്ത നിവാരണ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് പ്രാദേശികമായ ഒരു അവലോകനം, അതിൻ്റെ ദുരന്തത്തിന്റെ ആഘാതത്തിന്റെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പഠനം അല്ലെങ്കിൽ ഒരു മനസ്സിലാക്കൽ ഇവിടെ ഉണ്ടായില്ല. 4 ദിവസത്തിന് ശേഷം നമ്മളിപ്പോൾ 10ാം ദിവസം എത്തി നിൽക്കുമ്പോൾ ഇപ്പം നമ്മൾ കാര്യങ്ങൾ വളരെ ട്രാക്കിലാണ്. നമ്മൾ അതിന്റെ കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്തു, ട്രക്കിനെ ഐഡന്റിഫൈ ചെയ്തു. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാത്ത ഏക കാര്യം നമ്മൾ അന്വേഷിക്കുന്ന അർജുൻ അല്ലെങ്കിൽ മറ്റു 2 വിക്ടിംസ് അത് എവിടെയുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ അർജുൻ അതിന്റെ ഉണ്ടാകാൻ നമ്മൾ ഭാരത് ബെൻസ് എന്ന് പറയുന്ന ഒരു വാഹനത്തെ മാത്രം നമ്മൾ ഇങ്ങനെ എടുത്ത് കാണേണ്ട കാര്യമില്ല. ഇത്ര വലിയൊരു ആഘാതത്തിൽ നിന്നും നമ്മൾ മനുഷ്യനിർമ്മിതമായ ഒരു വസ്തുവും രക്ഷപ്പെടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പൊ അതിന്റെ ക്യാബിൻ എത്രമാത്രം ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ടെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്ന കാര്യം മാത്രമേ ഉള്ളൂ. അതിനുള്ളിൽ അർജുൻ ഉണ്ടെങ്കിലും ഇനി അർജുൻ അതിനകത്ത് ഇല്ലെങ്കിൽ പോലും നമുക്ക് ആ വ്യക്തിയെ വീണ്ടെടുക്കാൻ ഒരു ഡ്രൈവർക്ക് ഇത്രമാത്രം പ്രതികൂല സാഹചര്യത്തിൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ നമ്മുടെ ബ്രിഗേഡിയർ മോഹൻപിള്ള പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ടാസ്കിനെ നമ്മൾ പബ്ലിക്കിലേക്ക് വിടുകയും ഫലപ്രദമായ അഭിപ്രായങ്ങളും അല്ലെങ്കിൽ നല്ല ഇതുകളും വരുവാണെങ്കിൽ അത് സ്വീകരിക്കുകയും അത് നടപ്പിലാക്കാൻ കഴിയുന്നത് നടപ്പിലാക്കുകയും അവരുടെ ഒരു അഭിപ്രായം. കാരണം എൻ്റെ ഒരു സർവീസ് അനുഭവത്തിൽ എനിക്കുള്ളത്, നമ്മൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നമ്മൾ എത്ര വിദഗ്ധരാണെങ്കിൽ പോലും എത്രമാത്രം പരിചയസമ്പന്നരാണെങ്കിലും അതാത് സ്ഥലത്തിനും അതാത് പ്രദേശത്തിനും അനുസൃതമായി എന്നെ ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നതാണ്. അല്ലാതെ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത അതിന്റെ ആവർത്തനമല്ല ഒരിക്കലും റെസ്ക്യൂ ഓപ്പറേഷൻ. ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ അതിന് പ്രാദേശികമായിട്ടും നമ്മൾക്ക് മേളിലുള്ളതും അല്ലെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന ആളുകളുടെ കയ്യിൽ ഇതിനൊക്കെയുള്ള ഐഡിയാസ് ഉണ്ടാവും. പ്രത്യേകിച്ച് ഞാൻ മുമ്പേ പറഞ്ഞ കാര്യത്തിലേക്ക് തന്നെ വരാം. നമ്മള് കടലിലൊക്കെ ഉണ്ടാകുന്ന വലിയ ദുരന്തങ്ങളിലും ബോട്ട് അപകടങ്ങളിലും കപ്പൽ ഛേദങ്ങളിലും അങ്ങനെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ധാരാളം പ്രൈവറ്റ് ഏജൻസികൾ നമുക്കുണ്ട്. അപ്പം അവരുടെ അദ്ദേഹം പറഞ്ഞ പോലെ ഈ കാര്യങ്ങളെ നമ്മൾ പബ്ലിക് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പം വളരെ നല്ല സജഷൻസ് അവിടെ നിന്ന് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പം അത് നമ്മൾ ഈ അവസരത്തിൽ പ്രയോജനപ്പെടുത്തണം. നമ്മൾ എത്തി നിൽക്കുന്ന ഈ ഒരു വിജയത്തിൽ നിന്നും ഒരു പടി പോലും പുറകോട്ട് പോകാതെ അതിനെ വിജയിപ്പിച്ചെടുക്കാൻ വേണ്ട മറ്റു കാര്യങ്ങളിലേക്ക് കടക്കണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. അതിന് നമ്മുടെ ബഹുമാനപ്പെട്ട ഡിഫൻസിന് കഴിയുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. നമ്മുടെ MP ഉണ്ട്, MLA ഉണ്ട്, പ്രാദേശിക ഭരണകൂടമുണ്ട്. അവരുടെ ചർച്ചകളിൽ അതിന്റെ അവലോകനങ്ങളിൽ ഇതുകൂടി ഒന്ന് ശ്രദ്ധയിൽ വരണമെന്നാണ് കരുതുന്നത്. നമ്മൾക്ക് തുടക്കത്തിൽ പറ്റിയ ആ ഒരു പിഴവ് ഇനി ഒരിക്കലും സംഭവിക്കരുത്. നമ്മൾ പുഴയുടെ ഒഴുക്ക് പറയുന്നു, അതിനെ പ്രതിരോധിക്കാൻ ശ്രീ മോഹൻപിള്ള വളരെ വ്യക്തമായ ഒരു കാര്യം അവതരിപ്പിച്ചു. അത് വളരെ വിജയകരമാണെന്ന് എനിക്കും മനസ്സിലാവേണ്ടത്. ഞങ്ങളും അത് പരീക്ഷിച്ച് വിജയിച്ചിട്ടുള്ള കാര്യമാണ്. ആ തരത്തിൽ അവിടെ ആ പുഴയിൽ എന്താണോ നമുക്ക് അതിനെ പ്രതിരോധിക്കാൻ സാധ്യമായത്, ഞാൻ ഡ്രഡ്ജറുടെ കാര്യം ഞാൻ വളരെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഡ്രഡ്ജർ അവിടെ എത്തിക്കുവാനുള്ള ചില സാങ്കേതിക പ്രശ്നങ്ങൾ, പാലങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത് തന്നെയാണെങ്കിലും നമുക്ക് അവിടത്തെ കുറിച്ച് അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല. കാരണം അതിനുള്ള സാധ്യതകൾ ആരായാം. ഡ്രഡ്ജർ എത്തിയാൽ എനിക്ക് തോന്നുന്നു നമ്മുടെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക്
ഇനി എന്താണ് നമ്മളുടെ ഒരു അടുത്ത വലിയൊരു സ്റ്റെപ്പ് എന്ന് നമ്മൾ ചിന്തിച്ച് തീർച്ചയായും. തീരുമാനമെടുത്ത് ഇത് നടപ്പിലാക്കണം എന്നാണ് തീർച്ചയായും നാളെ അക്കാര്യത്തിൽ ഒരു നല്ല തീരുമാനം. രാവിലെ തന്നെ അവലോകന യോഗമുണ്ട്. നേരത്തെ MK രാഘവൻ MPയും KM സച്ചിൻദേവ് MLA യും അക്കാര്യം വിശദീകരിച്ചു. നാളെയെങ്കിലും 11ാം ദിവസമെങ്കിലും കുറെ കൂടി കോൺക്രീറ്റ് ആയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകട്ടെ എന്ന് ആഗ്രഹിക്കാം.